ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിലെ ഇടനിലക്കാർ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയെന്ന കസ്റ്റംസിന് വിവരം. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായകമായ വിവരം കിട്ടിയത്. കൊച്ചി കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ വാഹനം ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതാണെന്ന് കസ്റ്റംസ് മനസ്സിലാക്കുന്നു. വാഹനക്കടത്തിൽ കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായവും തേടിയെന്നാണ് അറിയുന്നത്. നിതിൻ അംബുജൻ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഈ വാഹനക്കടത്ത് അതിലെ ഒരുപാട് കാര്യങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നതെന്നാണല്ലോ കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത്. വിവരങ്ങൾ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് ശേഖരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഈ ഇടനിലക്കാരെ തേടി ഇപ്പോൾ കസ്റ്റംസ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്നാണ് തനിക്ക് വാഹനം ലഭിച്ചെന്ന വിവരമാണ് കസ്റ്റംസിന് മുമ്പാകെ മാഹിൻ അൻസാരി നൽകിയത്. പക്ഷേ മാഹിൻ അൻസാരിയുടെ മൊഴി പൂർണ്ണമായും കസ്റ്റംസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഭൂട്ടാനിൽ നിന്ന് വാഹനം ഇറക്കിയതാണെന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റംസ് ഉള്ളത്. ഇതിനിടയിലാണ് പരിശോധന ശക്തമാക്കാൻ കസ്റ്റംസ് ഒരുങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 38 വാഹനങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പിടികൂടാൻ സാധിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനം കേരളത്തിന് പുറത്തേക്ക് കടത്തുന്നു എന്ന വിവരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ കത്ത് നൽകിയിരിക്കുന്നത്. കേരള പോലീസിന് സഹായം തേടിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ നമ്പർ അടക്കം ഇപ്പോൾ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും മാഹിൻ അൻസാരി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ നിരവധി വിവരങ്ങൾ ലഭിച്ചു. നിർണായക വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടൊരു ഫസ്റ്റ് ഓണർ വാഹനം കസ്റ്റംസ് പിടികൂടുന്നു. അതിനുശേഷം ലഭിച്ച വിവരങ്ങൾ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സംഘത്തിന്റെ സാമ്പത്തിക തട്ടിപ്പടക്കം മാഹിൻ അൻസാരി ചില തെളിവുകൾ കസ്റ്റംസ് നൽകിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ മാഹിൻ അൻസാരി പോലീസിനെ കൂടി സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഇന്ന് വിശദമായ ഈ മൊഴികൾ പരിശോധിച്ച് മാത്രമേ കസ്റ്റംസ് തുടർ നടപടിയിൽ കടക്കുകയുള്ളൂ. എന്തായാലും ഒരിക്കൽ കൂടി മാഹിൻ അൻസാരിയെ വിളിപ്പിക്കാനാണ് ഇപ്പോൾ കസ്റ്റംസ് ആലോചിക്കുന്നത്. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.